പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓണാഘോഷമെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. ഇന്ന് പ്രഭാതത്തില് നമ്മളെല്ലാവരും ദേവാലയത്തിൽ പോയി തമ്പുരാനെ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഭവനത്തിൽ വിശ്രമത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുന്ന ഒരു പുതിയ ധ്യാനചിന്ത, ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെ ഉത്തേജനമേകും എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു. അവര് എന്നോട് പങ്കുവെച്ച ഒരു വിഷയം, അതായത് എല്ലാവരും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, അല്ലെങ്കിൽ രോഗമാണ്, അല്ലെങ്കിൽ കടബാധ്യതയാണ്, മറ്റു പല വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സഹോദരി എന്നോട് പങ്കുവെച്ച അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വളരെ പ്രാധാന്യമേറിയ വ്യത്യസ്തതയാകുന്ന ഒരു വിഷയം ഇതായിരുന്നു. ആ സഹോദരി പറയുകയാണ്, എന്റെ ബ്രദറെ, ഞാനും എന്റെ ഭർത്താവ് വളരെ ഭക്തിയും പ്രാർത്ഥനയും എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തവും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ ഞങ്ങളുടെ മക്കള് അങ്ങനെയല്ല. അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നേ, നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോകുന്നേ, ഈ പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം? പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആ സഹോദരിയോട് കൊടുക്കാനായിട്ടുള്ള മറുപടി എന്റെ നാവിൽ ഇങ്ങനെയാണ് തന്നത്. അന്ന് വരെയും എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഉത്തരമായിരുന്നു അവർക്ക് കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊക്കെ ഈ ധ്യാനങ്ങളിലൂടെയും വചന ശുശ്രൂഷകളിലൂടെയും ഒക്കെ അഭിഷിക്തര് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുക, നിങ്ങൾ കർത്താവിന്റെ വഴിയെ പോകുക, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുക, എന്നാലേ നിങ്ങളുടെ വരും തലമുറ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, അവര് അങ്ങനെ ഇന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ അവരുടെ പൂർവികർക്ക് ഈ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, ഈ പറഞ്ഞ സഹോദരിയുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കള് അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നെങ്കിൽ ഇവരുടെ മക്കള് അങ്ങനെ പറയത്തില്ലായിരുന്നു. മനസ്സിലായോ? അതായത് ഞാനും എന്റെ ജീവിത പങ്കാളിയും വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ എന്റെ മക്കളുടെ മക്കളാണ് ആ ഒരു കൃപയിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മക്കളല്ല, അതിലുപരിയായിട്ട്, കാരണം അത് ജീനിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. എന്റെ മക്കൾക്കല്ല, അതിലുപരിയായിട്ട് എന്റെ മക്കളുടെ മക്കളാണ് ആ ഒരു കൃപയുടെ വഴിയിലൂടെ വരുന്നത്. എന്നാൽ അതിനുശേഷമുള്ള തലമുറയും ആ കർത്താവിന്റെ മാർഗത്തെ പിൻചെല്ലും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന് വില കൊടുക്കുക, കർത്താവിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കും, കർത്താവിന്റെ വഴിയെ ചരിക്കുക, ദൈവവചനം വിട്ട് നിങ്ങൾ ജീവിക്കരുത്, തമ്പുരാനെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്, ദൈവത്തിന്റെ കൃപയ്ക്ക് വിപരീതമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ്. അപ്പൊ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ മക്കളുടെ മക്കളാകുമ്പോൾ അവര് നിങ്ങളിലേക്ക് കർത്താവ് ചൊരിഞ്ഞ കൃപ അവരിലേക്ക് പകരപ്പെടും. അതാണ് അതിന്റെ രീതി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നവരാ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ ഇനി ഒരുപക്ഷെ ചിലപ്പോൾ നേരം എടുത്ത് അവരുടെ തിരക്കിട്ട ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒക്കെ അവര് കണ്ണാടിയുടെ മുമ്പിൽ പോയി മുടി ചെയ്യുകയും അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സൗന്ദര്യത്തിന്റെ കുറവുകൾ പരിശോധിക്കുകയും അതിന് വേണ്ടതൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്മാവിന്റെ കുറവ് തിരിച്ചറിയാനായിട്ട് ഒരു കണ്ണാടിയുണ്ട്. നമ്മുടെ മനസ്സിന്റെ കുറവ് തിരിച്ചറിയാൻ, നമ്മുടെ ആത്മാവിന്റെ ശോഷണം തിരിച്ചറിയാൻ, നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യക്കുറവ് മനസ്സിലാക്കാൻ, ആ ആത്മാവിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ ഒരു കണ്ണാടിയുള്ളൂ. ആ കണ്ണാടിയുടെ മുമ്പിൽ നീ ദിവസത്തില് ഒരു നിമിഷമെങ്കിലും നീ പോയി നിൽക്കാറുണ്ട്. യേശുവാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്റെ ഒരു മുഖത്ത് നിന്റെ ആത്മാവിൽ വരുന്ന ഒരു കുത്തും ഒരു ചെറിയൊരു പാണ്ടും ഒരു പുള്ളിയും ഒരു അലസമായി കിടക്കുന്ന അതിന്റെ എന്താ പറയുക വൃത്തിഹീനമായ അവസ്ഥകളും എല്ലാം എടുത്തു കാണിക്കും. അപ്പോ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്നുമില്ലെങ്കിലും ആ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഒരു നിമിഷം എങ്കിലും നിനക്ക് ഒരു ദിവസം ഒന്ന് നിൽക്കാൻ സാധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിന്നിലെ കുറവുകളെ തിരിച്ചറിയാൻ, നിന്റെ ആത്മാവിന്റെ ആ ശോഷണത്തെ, ആ തകർച്ചയെ, വികൃതമായ അവസ്ഥകളെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാം കടകളിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തില് നമ്മളെല്ലാം ഡിജിറ്റൽ മണിയാണ് കൈമാറുന്നത്. അതായത് പലരുടെയും പേഴ്സിൽ പൈസ ഉണ്ടാകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അതിന്റെ സ്കാനർ എടുത്തിട്ട് ആ കടയിൽ തൂക്കിയിരിക്കുന്ന ആ ഒരു QR കോഡുണ്ട്, ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യും. സത്യത്തിൽ ആ QR കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറുത്തിട്ട് എന്തൊക്കെയോ കറുപ്പും അതിൽ ഇടയ്ക്കൊക്കെ വെളുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ഭംഗിയുമില്ലാത്ത ഒരു വികൃതമായ രീതിയിലുള്ള കുറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇല്ലേ?
പക്ഷെ അതിലേക്ക് സ്കാനിങ് ഓണാക്കി കാണിക്കുമ്പോൾ അതിങ്ങനെ സ്കാൻ ചെയ്ത് അതിൽ നിന്ന് ആ കടക്കാരന്റെ അക്കൗണ്ട് തെളിഞ്ഞു വരും. ആ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവില് പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, കൃപ നിറഞ്ഞ, അയോഗ്യതകൾ നിറഞ്ഞ ആ വൃത്തിഹീനമായ ആ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം തന്റെ അനുഗ്രഹം ഭക്ഷിക്കാനായിട്ട് അവിടുത്തെ സ്കാനിങ് ഓണാക്കി നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ, നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും കൃപയുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് പുറത്തു വരും. ആ വൃത്തിഹീനമായ ആ QR കോഡിനുള്ളിൽ, നമ്മുടെ ആത്മാവിലുള്ള ആ ഭംഗിയില്ലാത്ത ആ QR കോഡിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന കൃപയുണ്ടെങ്കിൽ അത് ദൈവം സ്കാൻ ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ ആ സ്കാനിങ്ങിൽ വെളിപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, കൃപയുള്ളിടത്ത് മാത്രമേ അനുഗ്രഹം വർഷിക്കപ്പെടുകയുള്ളൂ. കൃപയുണ്ടെങ്കിൽ മാത്രമേ അവിടെ അനുഗ്രഹം ചൊരിയപ്പെടുകയുള്ളൂ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയും. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പരമപരിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട്, നിലനിൽക്കാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവനെ സാത്താൻ പരീക്ഷിക്കുന്നത് ആത്മീയ അഹങ്കാരത്തിന്റെ പുറത്തായിരിക്കും. സാത്താൻ ഇങ്ങനെ ഒരു തരത്തിലും വേറൊരു തരത്തിൽ ഏത് വിധത്തിലും അവനെ തകർക്കാനായിട്ട് ശ്രമിക്കും. ഒരു മനുഷ്യൻ ഒട്ടും പാപം ചെയ്യുന്നില്ല എന്ന് അവൻ തോന്നി തുടങ്ങുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് സാത്താൻ വിതയ്ക്കുന്ന മറ്റൊരു വിത്താണ് ആത്മീയ അഹങ്കാരത്തിന്റെ വിത്ത്. മനസ്സിലായോ? അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാരുടെ എഴുതിയ 1-ാം ലേഖനത്തിന് 15:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, അത് കവിഞ്ഞ് എനിക്ക് ഒരു മേന്മയും പറയാനായിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് സത്യത്തിൽ പലരും കർത്താവിനെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുക. ഇന്ന് ബ്ലോക്കിന്റെ കാലഘട്ടമാണ്. പണ്ട് നമ്മുടെയൊക്കെ അയൽവക്കക്കാരനുമായിട്ട് ശത്രുത വർദ്ധിക്കുമ്പോൾ, ശത്രുത ഉണ്ടാകുമ്പോൾ കുറഞ്ഞത് ഓലയെങ്കിലും മെടഞ്ഞിട്ട് ഒരു വേലി കിട്ടും. അവനെ ഇങ്ങോട്ട് കാണണ്ട, ഇവിടെ അങ്ങോട്ടും കാണണ്ട. അവന്റെ ഒരു കോഴി പോലും ഇങ്ങോട്ട് ചാടി കിടക്കരുത്. അതിനു വേണ്ടിയിട്ട് മുളയും ഓലയും ഒക്കെ വെച്ചിട്ട് മറയ്ക്കും. പിന്നീട് അത് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ജയിലിന്റെ മതിൽ പോലെ വലിയ ഉയരമുള്ള മതിലായിട്ട് മാറി. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് ഡിജിറ്റൽ യുഗത്തില് ഇപ്പം എനിക്ക് ആരോടെങ്കിലും ഒരു എന്റെ കോണ്ടാക്റ്റില് എനിക്കൊരു പന്തിയല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആ വ്യക്തി ഇങ്ങോട്ട് ഇടപെട്ടതിൽ, സംസാരിച്ചതിൽ എനിക്ക് ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം എന്ത് ചെയ്യും? ഞാൻ അന്നേരം ആ ഫോണിൽ അവന്റെ നമ്പർ, അവന്റെ വാട്സപ്പ്, അവന്റെ കോണ്ടാക്ട്, അവന്റെ ഫേസ്ബുക്ക് സൗഹൃദം ഇതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. സത്യത്തിൽ നമ്മൾ ആരെയാ ബ്ലോക്ക് ചെയ്യുന്നത്? നമ്മൾ കർത്താവിനെയാ ബ്ലോക്ക് ചെയ്യുന്നത്. എന്റെ സഹോദരനുമായിട്ട് ഞാൻ വെറുപ്പിൽ കഴിയുമ്പോൾ, അവനെ ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ സത്യത്തിൽ ബ്ലോക്ക് ചെയ്യുന്ന കർത്താവിനെയാണ്. കാരണം ആ സഹോദരനിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ എന്നിലേക്ക് സംഭവിക്കേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കൃപ അവിടെ തടസ്സപ്പെടുകയാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്റെ അയൽവക്കത്ത് ഉള്ള വീട്ടുകാർ ആടിനെ വളർത്തുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും ആടിന്റെ ഇടതടവില്ലാത്ത കാഴ്ചകളൊക്കെ, എനിക്ക് ഇവിടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് കേട്ടോ. നിങ്ങൾക്ക് അതൊന്നും ഒരു ശല്യമാകില്ല എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് സാത്താന്റെ പ്രലോഭനങ്ങൾ, അസ്വസ്ഥപ്പെടുത്തലുകൾ, ശല്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റു പലരെയും ബ്ലോക്ക് ചെയ്യാനായിട്ട്, അതായത് അവൻ പറഞ്ഞ വാക്കിൽ, അല്ലെങ്കിൽ അവന്റെ ഒരു മെസ്സേജിൽ, അല്ലെങ്കിൽ അവന്റെ സംസാരത്തിൽ ഒരു അകൽച്ച, ഒരു ഇറിറ്റേഷൻ തോന്നുമ്പോൾ നമ്മൾ ഉടനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതിന് പകരം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യാം. ആ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം കുറച്ച് ദിവസമൊക്കെ ബ്ലോക്ക് ചെയ്യാം. എന്നാൽ ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ചില ശല്യക്കാരെയൊക്കെ, ചില നിലവാരം കിട്ടിയ ആളുകളെയൊക്കെ, ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ കൂടപ്പുറപ്പുകളെ, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ ഉപകാരം ചെയ്ത് നമ്മളെ സഹായിച്ചവരെയൊക്കെ ചെറിയൊരു കാര്യത്തിന്റെ പേരിലൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറ്റുമ്പോൾ കർത്താവായ യേശുതമ്പുരാൻ നമ്മളെ ഒന്ന് ബ്ലോക്ക് ചെയ്യും. അതായത് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരാത്ത വിധം ദൈവത്തിന് നമുക്ക് മധ്യ ഒരു ബ്ലോക്ക് ഉണ്ടാവും. പലരുടെയും ജീവിതം ഇന്ന് ദുരിതപൂർണമായി തീരുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ നിറഞ്ഞ് തകർന്ന് തരിപ്പണമായതിന്റെയും ആകുന്നതിന്റെയും ഒക്കെ കാരണം എന്നാണെന്നറിയാം. സാമ്പത്തിക മേഖലയിലും ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണ്. കർത്താവിന്റെ നമുക്കും ദൈവത്തിനും മധ്യമുള്ള, ഈശോയ്ക്ക് നമുക്കും മധ്യമുള്ള അവിടെ ഒരു ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്നുണ്ടാണ്. മനസ്സിലായോ? അപ്പം ഞാൻ എന്റെ സഹോദരന്റെനും ഞാനും തമ്മിലുള്ള ബ്ലോക്ക് എപ്പോൾ ഒഴിവാക്കുന്നു, അപ്പോൾ കർത്താവ് നിനക്കും അല്ലെങ്കിൽ എനിക്കും നമുക്കും മധ്യമുള്ള, നമുക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ബ്ലോക്ക് അങ്ങ് ഒഴിവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം സുഭാഷിതങ്ങൾ 16:7 പറയുകയാണ്, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയും. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ തമ്പുരാനുമായിട്ടുള്ള ബന്ധം ദിവസത്തിൽ ഒരു കുറഞ്ഞത് 2 നേരമെങ്കിലും ആ ഈശോയാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയെന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ, നമ്മളെ കുറവുകളെ ഒന്ന് തിരിച്ചറിയാൻ, നമ്മളെ കുറവുകളെ ഒന്ന് കാണാൻ, കണ്ടെത്താൻ, മനസ്സിലാക്കാൻ, അതിനെ ഒന്ന് പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ
നമ്മുടെ ശത്രുക്കളാകാൻ സാധ്യതയുള്ള, നമ്മുടെ ശത്രുക്കളായിട്ടുള്ള വ്യക്തികൾ പോലും നമ്മുടെ മിത്രങ്ങളായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അടിസ്ഥാനത്തില് ഇപ്പൊ വചനം പറയാണ്, ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ശത്രുവിനോടുള്ള ശത്രുത മാറി അവൻ നമ്മുടെ മിത്രമായി മാറും. എന്ത് ചെയ്യണം? ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകണം. നമ്മുടെ വഴികള്, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ വഴികള്, നമ്മുടെ പദ്ധതികള്, നമ്മുടെ സ്വപ്നങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഞായറാഴ്ച ദേവാലയത്തിൽ പോയി പകല് ഒരുപക്ഷെ യൂട്യൂബ് ഒക്കെ കണ്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിചാരിതമായിട്ടായിരിക്കും ഒരുപക്ഷെ നീ ഈ സന്ദേശം കേൾക്കാൻ ഇടവരുന്നത്. ഈ സന്ദേശം നിന്റെ ജീവിതത്തിലെ ഒരു പുതിയൊരു തിരിച്ചറിവിന്, ഒരു വഴിത്തിരിവിന് കാരണമായി തീരണം. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും, ഇനി വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും, അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെ ഫോളോവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം ഒന്നും കൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ, നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഫോണിൽ കൂടെ നമുക്ക് സംസാരിച്ച് തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പൊ ഇതിനോടൊപ്പം ഒത്തിരി പേര് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒക്കെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് എനിക്ക് തമ്പുരാൻ ഒത്തിരി നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.